blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേയിലൂടെ വലിയ അനുഗ്രഹം ഓരോരുത്തർക്കും കർത്താവ് നൽകട്ടെ. എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നത് പോലെ ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനായി ലോകം എമ്പാടുമുള്ള എല്ലാവരും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന രാജേഷിനും ബിന്ദുവിനുമായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിവാഹ ജീവിതത്തെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അതുപോലെ കർത്താവ് അവരുടെ പ്രോപ്പർട്ടി വിൽക്കുവാനും ഒരു പുതിയ പ്രോപ്പർട്ടി വാങ്ങുവാനും കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. കൂടുതൽ വരുമാന മാർഗങ്ങൾ തുറക്കപ്പെടുന്നൊരു ഭൂമി കർത്താവെ അങ്ങ് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജേഷിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ജോലി നല്ല ശമ്പളത്തോടുകൂടെ അങ്ങ് നൽകണമേ. ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു നല്ല ജോലി നൽകി അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. താങ്ക് യു ജീസസ്. കർത്താവെ, രാജേഷിനും മകൻ രോഹിത്തിനുമായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഇരുവരുടെയും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ അലർജി രോഗം രണ്ടുപേരിൽ നിന്ന് മാറിപ്പോകാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. അതോട് ചേർന്ന് കർത്താവെ, കോട്ടയത്തുള്ള ചന്ദ്രൻ പിള്ളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അദ്ദേഹത്തിൻ്റെ റബ്ബർ പ്ലാന്റേഷന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷം കൂടെ അതിൻ്റെ ലീസ് എഗ്രിമെൻ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുവാനായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. അതുകൂടാതെ കർത്താവെ, തനിക്ക് ആവശ്യമുള്ള ആ തിരുത്താധാരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് തൻ്റെ കയ്യിൽ എല്ലാ പ്രശ്നങ്ങളും മാറി തയ്യാറായി ലഭിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇളയ മകൾ സന്ധ്യയ്ക്കും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തിൻ്റെ മേൽ സകലവിധ നന്മകളും അനുഗ്രഹങ്ങളും അങ്ങ് ചൊരിയുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒന്ന് തിമോത്തിയോസ് 2-ാം അധ്യായം 5-6 വചനങ്ങൾ. ദൈവം ഏകൻ. എല്ലാവരും പറഞ്ഞ ദൈവം ഏകൻ. ഒരിക്കൽ കൂടെ, ദൈവം ഒരുവൻ. അടുത്തത്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഏകൻ മാത്രം. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന വ്യക്തി എത്ര പേരുണ്ട്? ഏകൻ. എല്ലാവരും ചേർന്ന് പറയാം, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന വ്യക്തി ഏകൻ. ഉദാഹരണത്തിന്, നിങ്ങൾക്കും ദൈവത്തിനും മധ്യത്തിൽ ഒരു മധ്യസ്ഥനായി എനിക്ക് നിൽക്കാൻ സാധ്യമല്ല. കാരണം ദൈവം നിയമിച്ചാക്കിയ ഒരു വ്യക്തി ഉണ്ടെന്ന് 6-ാമത്തെ വചനത്തിൽ പറയുന്നു. അടുത്ത വചനം വായിക്കാം. എല്ലാവർക്കും വേണ്ടി. എല്ലാവർക്കും വേണ്ടി ചേർന്ന് പറഞ്ഞ്. എന്ന് വെച്ചാൽ ഏത് ജാതിയിലും മതത്തിലും ഏത് വർഗത്തിലും വർണ്ണത്തിലും പെട്ട സകല മനുഷ്യർക്കും വേണ്ടി. വായിക്കാം. വീണ്ടെടുപ്പ് വിലയായി സ്വയം അർപ്പിച്ച മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ എന്ന് വെച്ചാൽ മനുഷ്യനായി തീർന്ന ക്രിസ്തു യേശു തന്നെ. എല്ലാവരും കണ്ണു തുറന്ന് തന്നെ ഒന്ന് നോക്കാമോ? ഇറ്റ്സ് എ ഗ്രേറ്റ് ട്രൂത്ത്. വലിയൊരു സത്യം മനസ്സിലാക്കി. ഒത്തിരി പേർക്ക് സംശയമുണ്ട്, സന്ദേഹമുണ്ട്. എത്ര ദൈവമുണ്ട്? ബൈബിൾ വ്യക്തമായി പറയുന്നു, ഒരു ദൈവമേ ഉള്ളൂ.
എനിക്കും നിങ്ങൾക്കും, ഓസ്ട്രേലിയയിലുള്ളവർക്കും ആഫ്രിക്കയിലുള്ളവർക്കും, ഇന്തോനേഷ്യയിലുള്ളവർക്കും, പാപ്പുവ ന്യൂഗിനിയയിലുള്ളവർക്കും, ന്യൂസിലാൻഡിലുള്ളവർക്കും, യൂറോപ്പിലുള്ളവർക്കും, അമേരിക്കയിലുള്ളവർക്കും, റഷ്യയിലുള്ളവർക്കും, വെളുത്ത നിറമുള്ളവർക്കും മഞ്ഞ നിറമുള്ളവർക്കും നമ്മളെപ്പോലെ നിറമുള്ളവർക്കും എല്ലാവർക്കും കൂടെ ബോലോ ഒരൊറ്റ ദൈവമേ ഉള്ളൂ. ഇനി ഇത്രയും കോടിക്കണക്കിന് മനുഷ്യർക്കും ദൈവത്തിനും മധ്യത്തിൽ ഇടനിലക്കാരനായി നിൽക്കാൻ എത്ര പേരുണ്ട്? 1 2 3 4 എത്രയാ? ഒരൊറ്റയുള്ളൂ. ഇതാരാ പറയുന്നത്? ദൈവത്തിൻ്റെ വചനമാ പറയുന്നത്. For there is one God and one mediator between God and mankind. മനുഷ്യവംശത്തിനും ദൈവത്തിനും മധ്യത്തിൽ ഇടനിലക്കാരനായി നിൽക്കുവാൻ ഒരാളേ ഉള്ളൂ. ദ മാൻ ക്രൈസ്റ്റ് ജീസസ്. മനുഷ്യൻ ആയിത്തീർന്ന ക്രിസ്തുയേശു. എങ്ങനെയാണ് യേശുവിന് ഈ പദവി കിട്ടിയത്? എനിക്ക് എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല? ഉത്തരം, ഹി ഗേവ് ഹിംസെൽഫ് ആസ് എ റാൻസം ഫോർ ഓൾ പീപ്പിൾ. സകല മനുഷ്യർക്കും വേണ്ടി അവൻ സ്വയം വീണ്ടെടുപ്പ് വിലയായി കൊടുത്തു, തന്നെത്താൻ അർപ്പിച്ചു. അങ്ങനെ വേറൊരു ദൂതനില്ല, വേറൊരു മനുഷ്യനില്ല, ആരും ഇല്ല, യേശു മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും പിതാവിൻ്റെ അടുക്കൽ പോകണമോ, ആ യേശുവിനെ കയറി പിടിക്കുക, യേശു എന്നെ ഒന്ന് കൊണ്ടുപോകണേ എന്ന് വെച്ചാൽ നിന്നെ പിതാവിൻ്റെ സന്നിധിയിൽ യേശു കൊണ്ടുപോയി എത്തിച്ചിരിക്കും. കൈകൾ തട്ടി യേശുവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ചില വചനങ്ങൾ കൂടെ പറയാൻ പോവുകയാണ്, വേഗത്തിൽ എഴുതി വെക്കണം. എബ്രായ ലേഖനം 8-ാം അധ്യായം 6-ാമത്തെ വചനം. ഹീബ്രൂസ് ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 6 വായിച്ചു കേൾക്കാം. യേശുവോ വിശേഷതയേറിയ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ശ്രേഷ്ഠ ഉടമ്പടിയുടെ മധ്യസ്ഥനാകിയാൽ കൂടുതൽ ഉത്കൃഷ്ടമായ ഒരു ശുശ്രൂഷ പ്രാപിച്ചിരിക്കുന്നു. ഈ വാക്യത്തിൽ പറയുന്നത് ഹി ഈസ് ദ മീഡിയേറ്റർ ഓഫ് ദ ന്യൂ കവനന്റ്. ഈ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ് യേശു. എന്ന് വെച്ചാൽ ഇന്ന് എന്ത് ചെയ്യണമെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ വേണം ചെയ്യാൻ, അവൻ്റെ കെയർ ഓഫിൽ വേണം ചെയ്യാൻ, രോഗികളെ സൗഖ്യമാക്കാൻ. ഇതിനകത്തുള്ള എല്ലാവർക്കും ഒരു വിളിയുണ്ട്. നമ്മളോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കുന്നവരാൽ ഈ അത്ഭുതങ്ങൾ നടക്കുക, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകും. ആരെ വേണേലും യേശുവിന് ഉപയോഗിക്കാം. പക്ഷേ ഒരു വാർണിംഗ്, യേശുവിൻ്റെ നാമത്തിൽ വേണം രോഗികളെ സൗഖ്യമാക്കാൻ. എത്ര പേർ ശ്രദ്ധിച്ചു? എങ്ങനെയാ രോഗികളെ സൗഖ്യമാക്കേണ്ടത്? യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ നാമത്തിലാണ്. ഒരു ഭൂതം അലറി വരികയാണ്. എങ്ങനെയാണ് ആ ഭൂതത്തെ പുറത്താക്കേണ്ടത്? യേശുവിൻ്റെ നാമത്തിൽ വേണം അത് ചെയ്യാൻ. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. ഒരു മാരത്തൺ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. രാവിലെ 6 മണി തുടങ്ങി 8:20 വരെ ശക്തിയേറിയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പക്ഷേ നിങ്ങൾക്ക് ആ പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ പിതാവിൻ്റെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കൂ. കാരണം യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. വേറൊരു നാമത്തിൽ പ്രാർത്ഥിക്കാൻ സാധ്യമല്ല. കർത്താവ് പിതാവ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥനകൾക്ക് സ്വർഗം മറുപടി തരും. അബ്രഹാം പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അല്ല പ്രാർത്ഥിച്ചത്. ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അല്ല പ്രാർത്ഥിച്ചത്. ഹലോ, എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ട്? നോ, അല്ല. യോഹന്നാൻ സ്നാപകൻ വരെ ആരും യേശുവിൻ്റെ നാമത്തിൽ അല്ല പ്രാർത്ഥിച്ചത്. എന്നാൽ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവൻ. പ്രത്യേകിച്ച് യേശു പറയുന്നത്, നിങ്ങൾ ഇതുവരെ, യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ, നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല.
എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല. യേശയ്യാവ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ യേശു പ്രത്യേകമായ ഒരു പ്രിവിലേജ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവിൻ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം. എൻ്റെ പ്രാർത്ഥന ഡയറി എന്ന പ്രാർത്ഥന ആ പുസ്തകം പബ്ലിഷ് ചെയ്ത ശേഷം ലഭിച്ചിട്ടുള്ള മറുപടികൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കണക്കില്ല. അത്ര ഇമെയിലുകളും ലെറ്ററുകളും സ്റ്റേജിലുള്ള സാക്ഷികളെല്ലാം കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലർക്ക് വിചാരിക്കുന്ന ആ പുസ്തകത്തിന് എന്തോ പുണ്യം ഉണ്ടെന്നാണ്. നോ, പുസ്തകത്തിനല്ല പ്രത്യേകത. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. സംഭവിച്ചത് പലർക്കും ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കാൻ അറിയില്ലായിരുന്നു. കർത്താവേ അത് ചെയ്യണേ, ഇത് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് വഴിക്ക് പോവുക. പക്ഷേ വചനമനുസരിച്ച് പ്രാർത്ഥിക്കേണ്ട ചില മാതൃകകൾ അതിനകത്തുണ്ട്. ദൈവം കാണിച്ചു തന്ന മെത്തേഡ് അനുസരിച്ച്, മാതൃക അനുസരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് മറുപടികൾ സാങ്ഷൻ ആകാൻ തുടങ്ങി. വേഗത്തിൽ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. ദാറ്റ്സ് ഓൾ. ഹല്ലേലൂയ. ജനം, നമ്മൾ വ്യക്തമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം, കൈകൾ ഉയർത്തി പറഞ്ഞ ദൈവം ഒരുവൻ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. കൈ താഴെയിടാം. മൂന്നാമത് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇന്ന് നാം ജീവിക്കുന്നത് പഴയ ഉടമ്പടിയുടെ കീഴിലല്ല, പുതിയ ഉടമ്പടിയുടെ കീഴിലാണ്. ഏതാണ് ഈ പുതിയ ഉടമ്പടി? യേശു തൻ്റെ രക്തം നിമിത്തം ഉണ്ടാക്കിയ രക്ത ഉടമ്പടിയാണ്. യേശുവിൻ്റെ രക്തത്താലുള്ള ഉടമ്പടിയാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രക്ത ഉടമ്പടി പ്രകാരം യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും. കർത്താവ് പറഞ്ഞ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. വ്യക്തമായി മനസ്സിലാക്കുക, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും എന്നല്ല യേശു പറഞ്ഞത്. സത്യം നിങ്ങൾ അറിയുകയും ആ അറിയുന്ന സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. എല്ലാ സത്യവും നിങ്ങളെ സ്വതന്ത്രമാക്കില്ല. സത്യം ഒത്തിരി പുസ്തകത്തിൽ ഇരിപ്പുണ്ട്, വേദപുസ്തകത്തിൽ സത്യം ഇരിപ്പുണ്ട്. ആ സത്യം ആരെയും സ്വതന്ത്രമാക്കുന്നില്ല. എന്നാൽ സത്യം നിങ്ങൾ അറിയുമ്പോൾ, നിങ്ങൾ അറിയുന്ന സത്യം നിങ്ങളിൽ ഒരു സ്വാതന്ത്ര്യം കൊണ്ടുവരും. കൂടുതൽ സത്യം അറിയുന്നവർ കൂടുതൽ സ്വതന്ത്രരായി മാറും. ഇന്ന് ചില സത്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ സ്വാതന്ത്ര്യം വർദ്ധിക്കുകയാണ്, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം വർദ്ധിക്കുകയാണ്, ആത്മീയ ജീവിതത്തിലെ സ്വാതന്ത്ര്യം വർദ്ധിച്ച് വരികയാണ്. 1-2 വാക്യങ്ങൾ കൂടെ വായിക്കുക. എബ്രായ ലേഖനം 9:15 വാക്യം. അതിനാൽ വാഗ്ദാന പ്രകാരമുള്ള നിത്യാവകാശം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് ആദ്യ ഉടമ്പടിയുടെ കീഴിലെ ലംഘനങ്ങളിൽ നിന്ന് അവരെ വീണ്ടെടുക്കുന്ന ഒരു പ്രായശ്ചിത്ത മരണത്തിലൂടെ ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ആയി തീർന്നിരിക്കുന്നു. ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ആയി തീർന്നിരിക്കുക. ഗോഡ് ഈസ് നോട്ട് എ കോംപ്ലിക്കേറ്റഡ് ഗോഡ്. വ്യക്തമായി മനസ്സിലാക്കുക. ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. വെരി സിമ്പിൾ. ഓക്കെ, സ്വർഗത്തിൽ പോകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അയ്യോ, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അന്നൊരു പണി, ഈ ഇരിക്കുന്ന ഇത്രയും ഗ്രൂപ്പ് ഈ വഴി, ഓക്കെ, എക്സിറ്റ് കണ്ടോ, ആ വഴി പോവാം. ഈ ഇരിക്കുന്ന ഗ്രൂപ്പ് മുഴുവൻ ആ വഴിക്ക് പൊക്കും, ഈ ഗ്രൂപ്പ് മുഴുവൻ ആ വഴിക്ക് പൊക്കും. ഇങ്ങനെയല്ല ദൈവം പറഞ്ഞത്. ദൈവം പറഞ്ഞത് there is only one way. 2 വഴി വരുമ്പോൾ കൺഫ്യൂഷനായി, ഇതിലേ പോകണോ അതിലേ പോകണോ. 3 വഴിയായാൽ അതിനേക്കാൾ വലിയ ആശയക്കുഴപ്പമാണ്. ഇതിലേ പോകണോ അതിലേ പോകണോ ഇതിലേ പോകണോ. കർത്താവ് പറഞ്ഞു, ഒറ്റ വഴി മതി. നീ ഏത് നാട്ടുകാരനാകട്ടെ, ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവനാകട്ടെ, എൻ്റെ പുത്രൻ എന്ന ഒറ്റ വഴിയിലൂടെ നടന്ന് നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ എത്താം. ഒറ്റ വഴി മതി, ഒറ്റ നാമം മതി. ഹല്ലേലൂയ. നോ കൺഫ്യൂഷൻ. ഇതാ ദൈവം. ഈ സത്യം അറിയുമ്പോൾ ഒരു വലിയ സ്വാതന്ത്ര്യം നമ്മിൽ വരികയാണ്.
There is no confusion. ഒറ്റ ദൈവം, ഒരൊറ്റ വഴി. ബസ് പൗലോസ് പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകും. ഓൺലി വൺ അജണ്ട ഇൻ ലൈഫ്. സാധാരണ അജണ്ട എഴുതുമ്പോൾ ഈശ്വര പ്രാർത്ഥന, അതിന് ശേഷമുള്ള അധ്യക്ഷ പ്രസംഗം, ബാക്കിയുള്ള സമ്മാനദാനം, കൃതജ്ഞത, പല പരിപാടിയും. എന്നാൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആകെ ഒരൊറ്റ അജണ്ടയുള്ളൂ. എന്താണത്? യേശു. From morning till evening, throughout the night, always only one agenda, and that is to live for Jesus. ബ്രദർ, ഈ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് റീന ജേക്കബ് എന്നാണ്. താൻ ചങ്ങനാശ്ശേരിയിലുള്ള കുറുമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഏകദേശം തനിക്ക് 33 വയസ്സുണ്ട്. ഇന്ന് താൻ വിധവയാണ്. കാരണം തൻ്റെ ഭർത്താവ് 4 വർഷം മുമ്പ് ആക്സിഡൻറ്റിൽ മരിച്ചു പോയിരുന്നു. തനിക്ക് 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. താൻ ഒരു തയ്യൽ ജോലി എടുത്തിട്ടാണ് തൻ്റെ കുടുംബത്തെ പോറ്റി പുലർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിനിടയിൽ തനിക്ക് വളരെ ചെറുപ്രായത്തിൽ തന്നെ നടുവേദന ഉണ്ടായിരുന്നു. ഏകദേശം 15 വർഷത്തോളമുള്ള നടുവേദന. തൻ്റെ 17ാമത്തെ വയസ്സിലാണ് തനിക്ക് നടുവേദന തുടങ്ങിയത്. അങ്ങനെ നീണ്ട 15 വർഷമുള്ള നടുവേദനയാൽ താൻ വല്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. പക്ഷേ ഈ തയ്യൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാകും. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, താൻ എന്തെങ്കിലും ഒരു കാര്യം കുനിഞ്ഞു നിന്ന് ചെയ്യുവാനായിട്ട് അത് കുനിഞ്ഞു കഴിഞ്ഞ് തനിക്ക് ഉടനെ തന്നെ നിവർന്ന് നിൽക്കുവാൻ സാധിക്കത്തില്ല. അതിങ്ങനെ കുനിഞ്ഞു നിന്നതിന് ശേഷം ഏകദേശം 10 മിനിറ്റോളം സമയമെടുത്തതിന് ശേഷമാണ് തനിക്ക് നിവർന്ന് നിൽക്കാൻ സാധിക്കത്തുള്ളൂ. തൻ്റെ നട്ടലിന് ചെറിയൊരു വളവുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായിരുന്നുകൊണ്ട്. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു, ഡോക്ടറുടെ അടുക്കൽ പോയി കാണിച്ചു, മരുന്നുകൾ അനേകം കഴിച്ചു, വെയിറ്റ് ഇട്ട് കുറേ നാൾ കിടന്നു, ശരിയായില്ല. അതിനുശേഷം സ്ഥിരമായി താൻ ബെൽറ്റ് അരയിൽ ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ അതിൽ നിന്നൊന്നും തനിക്കൊരു സൗഖ്യമുണ്ടായിട്ടില്ല, ഒരു കുറവും ഉണ്ടായിരുന്നില്ല. നീണ്ട 15 വർഷം താനിത് സഹിച്ചുകൊണ്ടിരുന്നു. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഇത് കാണുന്നുണ്ടായിരുന്നു. ഈ സിസ്റ്റർ നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ഒരു സഹോദരിയാണ്. സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ വർഷം, അതായത് ഇതേ മാസം തന്നെ, ഈ ഡിസംബർ മാസം 18-ാം തീയതി താൻ ബ്ലെസ്സിങ് ടുഡേ എന്ന് പറയുന്ന നമ്മുടെ പ്രാർത്ഥനാ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ ചില വാക്കുകൾ പറഞ്ഞു. അതിങ്ങനെയാണ്, നട്ടല് വളഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്ലെസ്സിങ് ടുഡേയിലൂടെ പറഞ്ഞു. നട്ടലിൻ്റെ തകരാറുകൾ സൗഖ്യമാകുന്നതായി പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യം നൽകുന്നു. നട്ടലിൽ ഡിസ്കുകൾ അകന്നു പോയത്, അതുപോലെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ചില ഡിസ്കുകൾ തള്ളി പുറത്തേക്ക് വന്നത്, അത് വല്ലാതെ സീരിയസ് ഡാമേജ് ആയിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ദൈവിക രോഗസൗഖ്യം നടക്കുകയാണ്. പല ട്രീറ്റ്മെൻറ്റുകൾ കഴിഞ്ഞു, ഇതുവരെ റിക്കവർ ചെയ്തിട്ടില്ല. നേരെ നിൽക്കാൻ പോലും കഴിയുന്നില്ല, ഇങ്ങനെ വളഞ്ഞാൽ നിൽക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ ക്ഷതങ്ങൾ, പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. ആ നിമിഷം ഈ സിസ്റ്റർ ചെയ്തത് വിശ്വാസത്താൽ തൻ്റെ കൈയെടുത്ത് നട്ടലിൻ്റെ മുകളിൽ വെച്ചിട്ട് സിസ്റ്ററും ബ്രദറിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിച്ചു. പറയുന്നത് ഇങ്ങനെയാണ്, ആ സമയത്ത് തൻ്റെ നട്ടല് വളഞ്ഞിരിക്കുന്ന ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു എന്തൊക്കെ വലിഞ്ഞ് മുറുകുന്ന മാതിരി തോന്നി എന്ന് പറഞ്ഞു. അതേ സമയം തന്നെ തൻ്റെ ശരീരം മുഴുവൻ തണുക്കാൻ തുടങ്ങി. തണുത്തതിന് ശേഷം സിസ്റ്റർ പറഞ്ഞത് അതിന് തൊട്ട് അടുത്ത ശേഷം തനിക്കിതൊന്നും മനസ്സിലായില്ല, എന്താണ് സംഭവിക്കുക, എന്തൊക്കെ തൻ്റെ ശരീരത്തിൽ സംഭവിച്ചു. അതിനുശേഷം താൻ കുനിയുകയും നിവരുകയും ചെയ്തപ്പോൾ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്തെങ്കിലും സാധനം കുനിഞ്ഞെടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റിന് ശേഷമേ തനിക്ക് നിവർന്ന് നിൽക്കുവാൻ സാധിക്കുള്ളൂ. പക്ഷേ ആ 18-ാം തീയതി, ഈ ഡിസംബർ മാസം 18-ാം തീയതി ബ്രദർ പരിശുദ്ധാത്മാവ് നൽകിയ വാക്കുകൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഈ മകൾ, യേശുവിൽ വിശ്വസിക്കുന്ന ഈ മകൾ അത് സ്വീകരിച്ചപ്പോൾ തൻ്റെ 15 വർഷമായി 33 വയസ്സുള്ള 15 വർഷം, 17ാമത്തെ വയസ്സിൽ തുടങ്ങിയ 15 വർഷമായുള്ള തൻ്റെ നടുവേദന യേശു കർത്താവ് എടുത്തു മാറ്റി. ഒന്ന് പറയാം, ആ സമയത്തുണ്ടായ അനുഭവം ഇവരോട് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ എൻ്റെ അമ്മയാണ് ഇങ്ങനെ ടി വിയിൽ ഇതിങ്ങനെ കാണുന്ന ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേന് അമ്മ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ രാവിലെ എനിക്ക് 10 മണി 9:45 വണ്ടിക്ക് പോകണം. അപ്പോൾ അതിനോടിടയ്ക്ക് ഇങ്ങനെ അടുക്കളയിൽ നിന്നാൽ കാണാവുന്ന പോലെ ടി വി വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്നുകൊണ്ട് ഇത് ഓൺ ചെയ്തിട്ട് അവിടെ നിന്നുകൊണ്ട് അടുക്കളയിലെ കാര്യം നോക്കും. ബ്രദർ പ്രാർത്ഥിക്കുമ്പം പ്രാർത്ഥിക്കുകയും ചെയ്യും.
അപ്പോൾ 18-ാം തീയതി രാവിലെ ഇതുപോലെ ഞാൻ കസേരയിൽ പോയിരുന്നു. ബ്രദർ ഇങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ കൈ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ വെച്ച് ഒരു കൈ ഇങ്ങനെ ടി വിയുടെ ഇതെല്ലോട്ട് ഇങ്ങനെ കാണിച്ചു വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പം എനിക്കറിയത്തില്ല, എൻ്റെ നടുവിന് നല്ലൊരു മുറുക്കം പോലെ വന്നു. നടുവിൽ അകത്തുനിന്ന് ഇങ്ങനെ വലിഞ്ഞു എന്തോ ഒരു മുറുക്കം, എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ, ഒരു മുറുക്കം പോലെ വന്നു. ഞാൻ കാര്യമാണല്ലോ അല്ലേ, ഉണ്ടാക്കി പറയുന്ന കഥയാണോ? അല്ലല്ല, അനുഭവിച്ചതാണോ? അനുഭവിച്ചത്. എനിക്ക് ഉള്ളിൽ ഇങ്ങനെ വലിയാൻ തുടങ്ങി. എനിക്ക് കസേരയിൽ ഇരുന്നാൽ പോലും എനിക്കൊന്ന് എഴുന്നേറ്റ് നിവരണമെങ്കിൽ ഒരു 5 മിനിറ്റ് എടുക്കും. അങ്ങനെ ഒരു ഇതാണ്ടായിരുന്നു. ഇത് ഈ 3 ദിവസം അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. അതിനുശേഷം ഒരു പ്രശ്നവും ഇല്ല. ഞാൻ എനിക്ക് വെയിറ്റ് ഇട്ടിട്ടുണ്ട്, ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഈ 4 വർഷം കൊണ്ട് ഒരുപാട് ഞാൻ അനുഭവിച്ചു. ഇപ്പം കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നിട്ട് 3 ദിവസമായിട്ട് എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. അങ്ങ് കൊടുത്ത ഈ സൗഖ്യത്തിനാൽ നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. ഈ സമയത്ത് ഇതുപോലെ ബെൽറ്റ് ഇടുകയും വെയിറ്റ് ഇട്ട് കിടക്കുകയും നട്ടലിന് പ്രയാസം മൂലം ജോലിക്ക് പോകാൻ കഴിയാതെ ഏതെങ്കിലുമെല്ലാം നിലയിൽ പ്രയാസപ്പെടുന്ന സഹോദരന്മാർ ഇപ്പോൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അവരുടെ ശരീരത്തിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നട്ടലിൻ്റെ രോഗങ്ങൾ മാത്രമല്ല, ഏത് രോഗവും കർത്താവ് നീ സൗഖ്യമാക്കുന്നതിനാൽ നന്ദി പറയുന്നു. ഈ സഹോദരി ഇന്ന് അനുഗ്രഹത്തോടെ പറഞ്ഞേക്കുന്നു. ആയുഷ്കാലം മുഴുവൻ ആരോഗ്യത്തോടെ കുഞ്ഞുങ്ങളെ പുലർത്തുവാൻ, ജോലി ചെയ്യുവാൻ, യേശുവിനായി ജീവിക്കുവാൻ ഇവളെ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിൽ വിശ്വസിക്കുക, ഞാനല്ല സൗഖ്യമാക്കുന്നത്, ഞാനല്ല അത്ഭുതങ്ങളെ നൽകുന്നത്. നിങ്ങളുടെ വിശ്വാസം ദൈവവുമായി കണക്ട് ചെയ്യുമ്പോൾ, നിഷ്കളങ്കമായി വിശ്വസിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ്, ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ ദൈവികമായ വലിയ വിടുതലുകൾ കർത്താവെ ഇപ്പോൾ ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അസ്ഥികളിൽ രോഗസൗഖ്യം നടക്കുന്നെങ്കിൽ ഞാൻ കാണുന്നു. ഏതൊരു നീണ്ട അസ്ഥിയിൽ നടുവെ പിളർന്നിട്ടുള്ളൊരു ഭാഗത്ത് ഏത് സർജറി കഴിഞ്ഞു, എന്തൊക്കെയോ ചെയ്തു, പക്ഷേ അത് ഹീലാകാതെ നീണ്ട ഒരു അസ്ഥിയാണ്. ഒന്നുകിൽ കൈയിലെയോ കാലിലെയോ നീണ്ട അസ്ഥി, അത് ഇങ്ങനെ വട്ടത്തിലല്ല ഒടിഞ്ഞിരിക്കുന്നത്, പക്ഷേ നീളത്തിൽ പൊട്ടിയിരിക്കുന്നു. അവിടെ ഒരു ദൈവിക രോഗസൗഖ്യം നടക്കുന്ന ഞാൻ കാണുന്നു. യേശുവിൻ നാമത്തിൽ ആ വ്യക്തിയിൽ ആ രോഗസൗഖ്യം നടക്കട്ടെ. തലച്ചോറിൻ്റെ അകത്ത് ഒരു കുമിള പോലെ എന്തൊക്കെയോ വന്ന് വല്ലാത്തൊരു ഡേഞ്ചറസ് സിറ്റുവേഷനിലായിരിക്കുന്നൊരു വ്യക്തി, യേശുവിൻ നാമത്തിൽ ആ വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. യൂട്രസിനകത്തുള്ള മുഴകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. അതുപോലെ ലങ്സിലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം. താങ്ക് യു ഫാദർ. നിങ്ങളുടെ രോഗമോ പ്രശ്നമോ എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി നിങ്ങളെവിടെയാണോ അവിടെ നിന്നുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. വിശ്വസിക്കുക, യേശുവിൻ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. വിടുതലുകൾ എല്ലാ വ്യക്തികളിലും ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ഭവനം വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. വളരെ നന്നായി പ്രിപ്പയർ ചെയ്യുവാൻ അങ്ങ് സഹായിക്കണമേ. എല്ലാ നിലകളിലും ഓരോരുത്തരെയും കർത്താവെ അങ്ങ് തൊട്ടനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ യേശുവിന് വിശ്വാസത്താൽ നന്ദി പറയുക, സ്തുതിക്കുക. കർത്താവെ, ആ ഉത്തരം തന്നതിനായി നന്ദി, രോഗസൗഖ്യത്തിനായി നന്ദി. അങ്ങനെ വിശ്വാസത്താൽ യേശുവിനെ സ്തുതിച്ചുകൊണ്ട് ഇരിക്കുക. ഈ വെള്ളിയാഴ്ച മാവേലിക്കരയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ശനിയാഴ്ച കാട്ടക്കടയിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, അധ്യാപകർക്ക് വേണ്ടി, മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രത്യേകിച്ച് തയ്യാറാക്കപ്പെട്ട വിന്നേഴ്സ് ഫാക്ടറി
എന്ന ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം ചില ദിവസങ്ങൾക്ക് മുമ്പ് നടന്നു. ഇപ്പോൾ അതിൻ്റെ കോപ്പികൾ അവൈലബിളാണ്. പ്രത്യേകിച്ച് ഈ പരീക്ഷാ സീസണിൽ എല്ലാ വിദ്യാർത്ഥികളും ഇതിൻ്റെ ഒരു കോപ്പി വാങ്ങി വായിക്കുകയും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയും ചെയ്യണം. കഴിഞ്ഞ അനേക വർഷങ്ങളിലെ ഞാൻ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളും അതുപോലെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് അധ്യാപകനായി ജോലി ചെയ്ത സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കുട്ടികൾക്ക് കൊടുത്തിരുന്ന ട്രെയിനിങ്, അതിൻ്റെ എല്ലാ ടിപ്സും ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിനേഷ് ഫാക്ടറി എന്ന് പറയുന്ന ബുക്ക് എൻ്റെ റിവ്യൂ ഒക്കെ കണ്ടിട്ട് അത് വളരെ കുട്ടികൾക്ക് വളരെ പ്രയോജനപരമായിട്ടുള്ളൊരു ബുക്കായിട്ട് തന്നെ ആയിരിക്കും അത് കാണാൻ കഴിയുക. അതുപോലെ തന്നെ കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും ടീച്ചേഴ്സിനും പേരൻസിനും വളരെ പ്രയോജനകരമായിരിക്കും. അതെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേ എന്തെന്നറിയാത്ത ഒരാളോടെങ്കിലും ഇന്ന് തന്നെ നിങ്ങൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയണം, കാണുവാൻ പ്രോത്സാഹിപ്പിക്കണം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മകൻ ആരാണ്? ഹു വാസ് ലവ്ഡ് മോർ ബൈ ജേക്കബ്? ഓപ്ഷൻസ്: എ രൂബേൽ, ബി യോസെഫ്, സി സിമെയോൺ, ഡി ഏലിയാവ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നവർക്ക് OM ബുക്സ് നൽകുന്ന നല്ല സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.